يا أيها الذين آمنوا إذا نودي للصلاة من يوم الجمعة فاسعوا إلى ذكر الله وذروا البيع ذلكم خير لكم إن كنتم تعلمون. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له يعلم خائنة الأعين وما تخفي الصدور فإنه لا يخفى عليه خافية وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. ഏറെ സ്നേഹ സമ്പന്നരായ വിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ, റഹ്മാനായ റബ്ബിൻ്റെ നിയമ നിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും, പ്രത്യേകിച്ചും നാം ഒറ്റപ്പെടുന്ന രഹസ്യ ജീവിതത്തിൽ പാലിച്ചും പുലർത്തിയും ആ ജീവിതം ധന്യമാക്കണമേ എന്ന് അതർഹിക്കുന്ന ഗൗരവത്തിൽ ആമുഖമെന്നോണം ഓർമ്മപ്പെടുത്തുന്നു, വസിയത്ത് ചെയ്യുന്നു. അത്തരത്തിലുള്ളൊരു ജീവിതം മുന്നോട്ട് നയിക്കുവാനും അള്ളാഹു ഇഷ്ടപ്പെടുന്ന, തൃപ്തിപ്പെടുന്ന തരത്തിൽ ആ റബ്ബിനെ കണ്ടുമുട്ടുവാനുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ആമീൻ. പ്രിയമുള്ളവരെ, ഏതൊരു മനുഷ്യനും ആഗ്രഹിക്കുന്ന ഒന്നാണ് അവന് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുള്ള ഐഹിക ജീവിതത്തിൽ, ആ ഐഹിക ജീവിതത്തിൽ അള്ളാഹു നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങളിൽ വർധനവ് ലഭിക്കുക, അവന് നൽകിയിട്ടുള്ള വീട്, അതിലൊരു വർധനവുണ്ടാവുക, അതിലൊരു ബർക്കത്ത് ഉണ്ടാവുക, അവന് നൽകിയിട്ടുള്ള മറ്റേത് അനുഗ്രഹങ്ങളാകട്ടെ, അതല്ലെങ്കിൽ ദുനിയാവിൻ്റെ അനുഗ്രഹങ്ങൾ നമ്മൾ ആഗ്രഹിക്കുന്നവരാണ്, അത് അനുവദിച്ച രീതിയിൽ കൊതിക്കുന്നവരാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, സൂറത്തു സ്വാദിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറയുന്ന ഒരു വചനം, കിതാബുൻ, കിതാബുൻ, ഈ ഗ്രന്ഥം
അൻസൽനാഹു, നാം അതിനെ നിങ്ങളിലേക്ക് ഇറക്കി, താങ്കൾക്ക് നാം അതിനെ ഇറക്കി തന്നു. ഇലൈക മുബാറക്കുൻ, ആ ഗ്രന്ഥത്തിന്റെ പ്രത്യേകത എന്താണ്? മുബാറക്കുൻ, അത് അനുഗ്രഹീതപൂർണമായതാണ്. ഒരു വ്യക്തിക്ക് ഏതൊരു നിലക്ക് അനുഗ്രഹങ്ങൾ കൊതിക്കുന്നുവോ, വർധനവ് കൊതിക്കുന്നുവോ, ആ നിലക്കുള്ള എല്ലാ അനുഗ്രഹങ്ങളും എല്ലാ വർധനവുകളും ആ ഖുർആനിനെ പരിഗണിക്കുന്നവർക്ക് അള്ളാഹു കൊടുക്കും. ഖുർആനിനെ പരിഗണിക്കുന്നവർക്ക് അള്ളാഹു കൊടുക്കും. ഉലമാക്കൾ പറഞ്ഞു കസീറുൽ ബറക, മുബാറക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എണ്ണമറ്റ അനുഗ്രഹങ്ങൾ ഉടയതായ ഒന്നാണ് ഖുർആൻ എന്നുള്ളത്. നമ്മൾ ആലോചിക്കേണ്ടത്, ആ നിലക്ക് ഖുർആനിനെ പരിഗണിക്കാൻ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ആ ഖുർആനിനൊരു പരിഗണന കൊടുക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ ഇന്നല്ലദീന യത്ലൂന കിതാബല്ലാഹ്, ആ ആയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ രീതി ഒന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം. അള്ളാഹുവിന്റെ കിതാബ്, ഗ്രന്ഥം പാരായണം ചെയ്യുന്നവർ, അതിനെ പഠിക്കാൻ ശ്രദ്ധിക്കുന്നവർ എന്ന് പറഞ്ഞിട്ട് കുറച്ച് കാര്യങ്ങൾ എണ്ണി പറഞ്ഞിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ് യർജൂന തിജാറതൻ ലൻ തബൂർ. അവർ ആഗ്രഹിക്കുന്നത് എന്താ? അവർ ആഗ്രഹിക്കുന്നത് കച്ചവടമാണ്. എങ്ങനത്തെ കച്ചവടം? നഷ്ടമില്ലാത്ത കച്ചവടം. നമുക്കറിയാം, ദുനിയാവില് നമ്മളൊരു കച്ചവടം ചെയ്യാൻ ഇറങ്ങുമ്പോൾ, ബിസിനസ്സിന് നിൽക്കുമ്പോൾ, ഏത് മേഖലകളാകട്ടെ നഷ്ടവും ലാഭവും ഒക്കെ പ്രതീക്ഷിക്കാം. പക്ഷേ അള്ളാഹു പറയാണ്, ഖുർആനിന് വേണ്ടി ഒരു സമയം മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ, ഖുർആനിനെ പരിഗണിക്കാൻ വേണ്ടി മാറിയിരുന്നിട്ടുണ്ടെങ്കിൽ അത് അവിടെ നഷ്ടം വരൂല. നമ്മുടെ കച്ചവടത്തിലും വരൂല, കുടുംബത്തിലും വരൂല, ഒന്നിലും വരൂല. അല്ലാഹു പറയാണ് യർജൂന തിജാറതൻ ലൻ തബൂർ, അവർക്ക് നഷ്ടമില്ലാത്ത കച്ചവടത്തെയാണ് അവർ പ്രതീക്ഷിച്ചിരിക്കുന്നത് എന്ന്. രണ്ട് ലോകത്തും അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അനുഗ്രഹങ്ങൾ വാരിക്കോരി കൊടുക്കും, തീർന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ഈ ഖുർആനിനെ പരിഗണിക്കുന്നവർ യുവഫിയഹും ഉജൂറഹും, അല്ലാഹു അവർക്ക് അവരുടെ പ്രതിഫലങ്ങൾ പൂർത്തീകരിച്ചു നൽകും. എന്തെങ്കിലും കൊടുത്ത് ഒഴിവാക്കലല്ല, പൂർത്തീകരിച്ചു നൽകും, തീർന്നില്ല. അല്ലാഹു പറയാണ് വയസീദുഹും മിൻ ഫദ്ലി, അല്ലാഹുവിന്റെ ഔദാര്യത്താൽ അല്ലാഹു വീണ്ടും അധികരിപ്പിച്ചു നൽകുന്ന ആർക്ക്? ഖുർആനിനെ പരിഗണിക്കാൻ ജീവിതത്തിൽ സമയം കണ്ടെത്തുന്നവന്, ഖുർആനിനെ ഓതാൻ പഠിക്കാൻ ഒരു ദിവസത്തിൽ സമയം കണ്ടെത്തുന്നവന് അല്ലാഹു ഇത്തരം വർധനവുകൾ ഇരു ലോകത്തും നൽകും. അവന്റെ പ്രതിഫലങ്ങൾ അല്ലാഹു പൂർത്തീകരിച്ച് നൽകും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മുടെ കുടുംബമോ നമ്മുടെ ജോലിയോ നമ്മുടെ ബിസിനസ്സോ ഇതിനൊന്നും ഈ ഖുർആൻ പാരായണം അതല്ലെങ്കിൽ പഠനം എന്നുള്ളത് നഷ്ടം വരുത്തൂല. അത് അള്ളാന്റെ ഓഫറാണ്, അള്ളാന്റെ വാഗ്ദാനാണ്. അപ്പൊ ആ നിലക്ക് നമുക്കതിനെ മനസ്സിലാക്കാനും പഠിക്കാനൊക്കെ കഴിയേണ്ടതുണ്ട് പ്രിയമുള്ളവരെ. മാത്രമല്ല, നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താന്ന് വെച്ചാൽ, ഇതാരുടെയും ഔദാര്യമല്ല. ഈ ഖുർആൻ ഓതുക എന്നുള്ളതും ഖുർആൻ പഠിക്കുക എന്നുള്ളതും നമ്മൾ ആർക്കും ചെയ്തു കൊടുക്കേണ്ടുന്ന ഒരു ഔദാര്യമല്ല. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ പറയാൻ പറഞ്ഞത് വ ഉമിർതു, ഖുർആനിൽ നമുക്ക് കാണാം. റസൂലുള്ളാഹി പറയുന്നത് പോലെ ഖുർആനിൽ പറയാണ് വ ഉമിർതു, ഞാൻ കൽപ്പിക്കപ്പെട്ടു. എന്തിനൊക്കെ? അൻ അകൂന മിനൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങളുടെ കൂട്ടത്തിൽ പെടാൻ ഞാൻ കൽപ്പിക്കപ്പെട്ടു. അതൊക്കെ നമുക്കറിയാം. നമ്മളെല്ലാവരും ഐക്യകണ്ഠേന അഭിപ്രായപ്പെടുന്ന ഒന്നാണ് ഞാൻ മുസ്ലിം ആണെന്നുള്ളത്. അതുപോലെ കൽപ്പിക്കപ്പെട്ട ഒന്നാണ് വ അൻ അത്ലുവൽ ഖുർആൻ, ഖുർആൻ ഓതാനും ഖുർആൻ പഠിക്കാനും ഞാൻ കൽപ്പിക്കപ്പെട്ടു. സുബ്ഹാനല്ലാഹ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, അള്ളാഹുവിന്റെ ഓർഡറാണ്, കൽപ്പനയാണ് ഈ ഖുർആൻ പാരായണം, ഖുർആൻ പഠനം എന്നുള്ളത്. നമുക്ക് എപ്പോഴെങ്കിലും കുറച്ചു നേരം ഒഴിവുണ്ട്, വെള്ളിയാഴ്ച മഗ്‌രിബിന് ശേഷം കുറച്ചു നേരം ഒഴിവുണ്ട്, അപ്പൊ പോയി ഇരുന്ന് നോക്കുക. അങ്ങനെയല്ല, അള്ളാഹുവിന്റെ നിർബന്ധപൂർവമുള്ള കൽപ്പനയാണ്. ഒരല്പനേരം പഠിക്കണം, ഒരല്പനേരം ഖുർആൻ ഓതണം എന്നുള്ളത്, അതല്ലെങ്കിൽ ഖുർആൻ പഠിപ്പിക്കണം എന്നുള്ളത് റബ്ബിന്റെ കൽപ്പനയാണ്. ആ കൽപ്പന മാനിച്ചിട്ടാണ് നമ്മൾ പോകേണ്ടത്. അതല്ലാതെ നമുക്ക് കുറച്ചു നേരം ഒഴിവുണ്ട് അതുകൊണ്ട് പോയോക്കുക, അങ്ങനല്ല. നമ്മൾക്ക് ഒഴിവുണ്ടാകട്ടെ, ഇല്ലാതിരിക്കട്ടെ, എന്തെന്നാണെങ്കിലും അങ്ങനെ ഒരു പ്ലാറ്റ്ഫോം ഒരുങ്ങിയിട്ടുണ്ട് എങ്കിൽ
അത് ഓൺലൈൻ ആകട്ടെ ഓഫ്ലൈൻ ആകട്ടെ. പ്രത്യേകിച്ച് നമ്മൾ ഈ പള്ളിയുടെ മിമ്പറിൽ എന്ന് പറയുമ്പോൾ ഈ പള്ളിയുടെ കീഴിൽ അതിനൊക്കെ പഠിക്കാനുള്ള അവസരങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട്. ഈ ഒരു സന്ദർഭത്തിൽ പറയുമ്പോൾ അതും കൂടി കൂട്ടത്തിൽ പറയാം. അപ്പൊ ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം ഇവിടെ ഒരുക്കി തരുമ്പോ അവിടെ വന്നിരുന്ന് പഠിക്കുക, അതല്ലെങ്കിൽ ഖുർആൻ ഓതുക, പഠിക്കുക എന്നുള്ളത് നമ്മുടെ നിർബന്ധബാധ്യത. കാരണം ഞാൻ കൽപ്പിക്കപ്പെട്ടു എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പ്രഖ്യാപിക്കാൻ വേണ്ടി പറഞ്ഞത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, അപ്പൊ നമ്മൾ ഇതൊക്കെ ഒഴിവുണ്ടെങ്കിൽ ചെയ്യാന്നുള്ളതല്ല, ഒഴിവുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒഴിവുണ്ടാക്കി ചെയ്യുക എന്നുള്ളതാണ് റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ കൽപ്പന എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് അതിനുവേണ്ടി ഒരു നിശ്ചിത സമയം മാറ്റിവെക്കാൻ, ഖുർആനിനെ പരിഗണിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. പ്രിയമുള്ളവരെ, നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന മറ്റൊരു ഹദീസ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം, നമുക്ക് ഏവർക്കും വലിയ പ്രതീക്ഷ തരുന്ന ഒരു ഹദീസാണ്. റസൂലുള്ളാഹി പറയാണ്, ഇന്ന ലില്ലാഹി അഹ്ലീന മിനൻ നാസ്. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ജനങ്ങളുടെ കൂട്ടത്തിൽ ഒരു പ്രത്യേക ടീമുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കി, ഒന്ന് നമ്മളൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കി. അള്ളാഹുവിന് ജനങ്ങളുടെ കൂട്ടത്തിൽ പ്രത്യേകം ഒരു ടീമുണ്ട്. അള്ളാഹുവിന്റെ പ്രത്യേകമായ സംരക്ഷണം ആ ടീമിന് അള്ളാഹു നൽകും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറഞ്ഞപ്പോൾ സ്വഹാബാക്കൾ ചോദിച്ചു, റസൂലേ ആരാണ് അവര്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറയാണ്, അഹ്ലുൽ ഖുർആൻ. ഖുർആൻ പഠിക്കാൻ, ഖുർആൻ ഓതാൻ മാറിയിരിക്കുന്ന ഒരു വിഭാഗം ആളുകളാണ് അവർ. അഹ്ലുല്ലാഹി വഖാസതുഹു, അവർ അള്ളാഹുവിന്റെ ആളുകളാണ്. തീർന്നില്ല, അള്ളാഹുവിന്റെ സ്പെഷ്യൽ കാറ്റഗറിയിൽ വരുന്ന ആളുകളാണ്. അങ്ങനെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അതുകൊണ്ട് ഖുർആൻ പഠിക്കുക, പാരായണം ചെയ്യുക എന്നുള്ളത് ഒരു ചില്ലറക്കാരിയല്ല. നാളെ അള്ളാഹിന്റെ അടുത്തൊരു സ്ഥാനം കിട്ടുന്ന, ദുനിയാവിൽ അള്ളാഹുവിന്റെ ആളുകൾ എന്നറിയപ്പെടാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഒന്നാണ് ഖുർആനെ പഠിക്കുക, പാരായണം ചെയ്യാന്ന് പറഞ്ഞ ഉലമാക്കള് ഈ ഹദീസിന്റെ ചുവടെ പറയാണ്, നിങ്ങൾക്ക് അള്ളാഹുവിന്റെ സംരക്ഷണം ലഭിക്കണമെന്നുണ്ടോ ഖുർആനെ പരിഗണിക്കാൻ. കാരണം അള്ളാഹുവിന്റെ ആളുകളായി അള്ളാഹു തെരഞ്ഞെടുത്തവർക്ക് അള്ളാഹ് സംരക്ഷണം കൊടുക്കും. നമുക്ക്, നമ്മുടെ കുടുംബത്തിന്, നമ്മുടെ മക്കൾക്ക്, ഇവർക്കൊക്കെ അള്ളാഹിന്റെ സംരക്ഷണം കിട്ടാൻ നമുക്ക് ആഗ്രഹമില്ലേ, കൊതിയില്ലേ? അള്ളാഹുവിന്റെ, അതുപോലെ തന്നെ അള്ളാഹുവിന്റെ റഹ്മത്ത്, ബറക്കത്ത്, ഇതൊക്കെ കിട്ടാൻ ആഗ്രഹമില്ലേ? അതാരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടോ അവർ ഖുർആനിനെ മുറുകെ പിടിച്ചു കൊള്ളാൻ ഈ ഹദീസിന്റെ ചൂടെ ഉലമാക്കൾ കുറിക്കുമ്പോൾ പ്രിയമുള്ളവരെ, നമുക്ക് അത്തരത്തിൽ അള്ളാഹുവിന്റെ സംരക്ഷണം കിട്ടാൻ കൊതിയുണ്ടെങ്കിൽ, ആഗ്രഹമുണ്ടെങ്കിൽ ഈ ഖുർആനിനെ നമ്മൾ പരിഗണിക്കുക, മുറുകെ പിടിക്കുക എന്നുള്ളത് ഈ ഒരു അവസരത്തിൽ പ്രിയമുള്ളവരെ സൂചിപ്പിക്കുകയാണ്. ഞാൻ പറഞ്ഞു വന്നത്, ഖുർആൻ അതൊരു ചില്ലറക്കാരിയല്ല. അതിന്റെ മഹത്വങ്ങൾ പറഞ്ഞു തുടങ്ങിയാൽ തീരൂല. നമുക്കറിയാം, ഖുർആൻ ഓതുന്ന ആൾ, അവരെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞത്, ഒരു ഖുർആൻ ഒരു അടിമ, അത് ആരോ ആകട്ടെ, അത് കറുത്തവനാകട്ടെ, വെളുത്തവനാകട്ടെ, പൈസ ഉള്ളവനാകട്ടെ, ഇല്ലാത്തവനാകട്ടെ, ആരാകട്ടെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ആ വ്യക്തിയിലേക്ക് ശ്രദ്ധിച്ച് കേട്ടുകൊണ്ടിരിക്കുന്നു. ഒരു വ്യക്തി അള്ളാഹിന്റെ കലാം എടുത്ത് ദുനിയാവിന്റെ ഏത് മൂലക്കെന്നാകട്ടെ അവൻ ഓതി തുടങ്ങുമ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല അടിമയെ ശ്രദ്ധിച്ചു കേട്ടുകൊണ്ടിരിക്കുന്നു. വെറുതെ കേൾക്കില്ല, ശ്രദ്ധിച്ചു കേൾക്കാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം, മാ അദിനല്ലാഹു ലിശൈഇൻ, അല്ലാഹു മറ്റൊന്നിലേക്കും ശ്രദ്ധിച്ചു കേൾക്കുന്നില്ല. ഇതുപോലെ ഒരടിമ അള്ളാഹുവിന്റെ കലാം എടുത്തു വെച്ചിട്ട് ഓതുമ്പോ അതിലേക്ക് റബ്ബ് ശ്രദ്ധിക്കുന്നത് പോലെ വേറൊന്നിലേക്കും റബ്ബ് ശ്രദ്ധിക്കുന്നില്ല എന്ന് പറയുമ്പോൾ പ്രിയമുള്ളവരെ, റബ്ബിന്റെ ശ്രദ്ധ നമ്മളിൽ കേന്ദ്രീകരിക്കണമെങ്കിൽ ആ റബ്ബിന്റെ കലാം പഠിച്ചാൽ മതി, ആ റബ്ബിന്റെ കലാം ഓതിയാൽ മതി. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഹദീസിന്റെ അവസാനത്തിൽ പറയാൻ, യതഗന്ന ബിൽ ഖുർആൻ യജ്ഹറു ബി, എങ്ങനെ ഓതണ്ടി എന്ന് കൂടി പറഞ്ഞുതരാം. ഒരു സ്വകാര്യം പറച്ചിലല്ല, യജ്ഹറു ബി, കുറച്ച് ആളുകൾ കേൾക്കുന്ന രൂപത്തിൽ ഉറക്കെ തന്നെ. യതഗന്ന ബി, അഥവാ ഒരാൾക്ക് എങ്ങനെയാണോ ഈണത്തിൽ ഓതാൻ പറ്റുക അങ്ങനെ, ഒരാൾക്ക് കഴിയുന്നതിന്റെ മാക്സിമത്തിൽ, അതുപോലെ തന്നെ കഴിയുന്ന രൂപത്തിൽ, ഒച്ചയിൽ, ഒന്നാകെ ഒച്ചയിലല്ല, കഴിയുന്ന ഒരു മാന്യമായ ഒച്ചയിൽ ഉറക്കെ പാരായണം ചെയ്യാൻ വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിൽ നമ്മളോട് പറയണം. അതുകൊണ്ട് ഖുർആൻ ഓതുമ്പോ അത് അതിൻ്റെതായ മാന്യമായ ഒച്ചയോടുകൂടി ഓതണമെന്ന് സാന്ദർഭികമായി കൊണ്ട് സൂചിപ്പിക്കുകയാണ് പ്രിയമുള്ളവരെ. എന്ന് തുടങ്ങി ഒട്ടനവധി
ഒട്ടനവധി പറഞ്ഞാൽ തീരാത്തത്ര മഹത്വം ഈ ഖുർആനിനെ പരിഗണിക്കുന്നവർക്ക് വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. തീർന്നില്ല. നമുക്ക് ഉയർച്ചകൾ ആവശ്യമുണ്ടോ? ദുനിയാവിന്റെ ഉയർച്ചകൾ ആവശ്യമുണ്ടോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വീണ്ടും പറയാണ്, ഇന്നല്ലാഹ ശ്രദ്ധിക്കണം, ഈ ഹദീസ് എല്ലാവരും ശ്രദ്ധിക്കണം. റസൂലുള്ളാഹി പറയാണ്, ഇന്നല്ലാഹ യർഫഉ ബിഹാദിൽ കിതാബി അഖ്വാമൻ വയളഉ ബിഹി ആഖരീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ജനങ്ങളിൽപ്പെട്ട ചില ആളുകളെ ഉയർത്തും. എന്തുകൊണ്ട്? ഈ ഖുർആൻ കൊണ്ട് അല്ലാഹു ഉയർത്തും. വയളഉ ബിഹി ആഖരീൻ, ചില ആളുകളെ ആകെ താഴ്ത്തി കളയും ചെയ്യും. എന്താണ് അതിന്റെ മാനദണ്ഡം എന്ന് പരിശോധിക്കുമ്പോൾ പ്രിയമുള്ളവരെ, ഖുർആനിനെ ആര് പരിഗണിക്കുന്നുവോ, ആര് പാരായണം ചെയ്യാൻ സമയം കണ്ടെത്തുന്നുവോ, അള്ളാഹു അവരെ ഉയർത്തും. ഇരു ലോകത്തും അള്ളാഹു ഉയർത്തും. അതിനെ ആര് പരിഗണിക്കുന്നില്ലയോ, ആരതിനെ മാറ്റി നിർത്തുന്നുവോ, അവരെ അള്ളാഹു സുബ്ഹാനഹു വ തആല താഴ്ത്തി കളയും എന്നുള്ളതാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ആ ഒരു ഉയർച്ച നമ്മൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ, ആ ഒരു താഴ്ച നമ്മൾ ഭയപ്പെടുന്നുവെങ്കിൽ, ഈ ഖുർആനിനെ പഠിക്കാൻ, പാരായണം ചെയ്യാൻ നമ്മൾ സമയം മാറ്റിവെക്കേണ്ടതുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഇരു ലോകത്തും എന്ന് പറയുമ്പോൾ നമ്മുടെ മുന്നിൽ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്, യഉമ്മുൽ ഖൗം അഖറഉഹും ബികിതാബില്ലാഹ്. നമ്മുടെ കൂട്ടത്തില് ഇമാമ് നിൽക്കാൻ, പള്ളിക്കത്തെ ഇമാമ് മാത്രമല്ല, ഏതൊരു കാര്യത്തിനും മുന്നിൽ നയിക്കാൻ ഏറ്റവും അർഹരായവർ ഖുർആൻ പഠിച്ച ആളുകളാണ്. ഖുർആനിൽ മുൻപന്തിയിൽ നിൽക്കുന്നവരാണ് സമൂഹത്തിൽ മുൻപന്തിയിൽ നിൽക്കേണ്ടത് എന്നുള്ളത് ഒരു ഇസ്ലാമിന്റെ വീക്ഷണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ട് തീർന്നില്ല. ഉഹദിന്റെ യുദ്ധം കഴിഞ്ഞിട്ട് സ്വഹാബാക്കൾ, അവരെ ഷഹീദായ സ്വഹാബാക്കൾ ഉണ്ടായിരുന്നു. അവരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറമാടുന്ന സമയത്ത് രണ്ടാളുകളൊക്കെ ഒരു തുണിയിൽ പൊതിയുന്ന അവസ്ഥ ഉണ്ടായിരുന്നു. കഫം ഇവരെ ചെയ്യേണ്ട ആവശ്യമില്ല, പക്ഷെ അവർ ധരിച്ചിരുന്ന വസ്ത്രത്തിൽ തന്നെ പൊതിയുന്ന അവസ്ഥ വന്നപ്പോ അതിൽ രണ്ടാളുകളെ ഒരു ലഹദിലേക്ക് ഇറക്കി വെക്കുമ്പോൾ, നമ്മളെ നാട്ടിലുള്ള പോലെയല്ല, അവിടെ ലഹദാണല്ലോ, ഉള്ളിലേക്ക് വെക്കുന്നത്. അങ്ങനെ വെക്കുന്ന സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ സമയത്ത് സ്വഹാബാക്കളോട് ചോദിക്കുകയാണ്, അയ്യുഹും അക്സറു അഖ്ദൻ ബിൽ ഖുർആൻ. ഒരു വ്യക്തിയുടെ അവസാന നിമിഷം, ദുനിയാവിലെ നമ്മൾ കൊടുക്കുന്ന അവസാനത്തെ ട്രീറ്റിന്റെ സമയത്ത് റസൂലുള്ളാഹി ചോദിക്കുകയാണ്, അയ്യുഹും അക്സറു അഖ്ദൻ ബിൽ ഖുർആൻ. ഖുർആൻ ഇക്കൂട്ടത്തിൽ പഠിച്ചത് ആരാണ്? ഈ രണ്ട് സ്വഹാബികളിൽ കാര്യമായി ഖുർആനെ പഠിച്ചത് ആരാന്ന് റസൂലുള്ളാഹി ചോദിച്ചപ്പോ സ്വഹാബാക്കൾ ഇങ്ങനെ ചൂണ്ടി കാണിച്ചു കൊടുത്തുന്ന ഒരു സ്വഹാബിനെ. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖിബിലയുടെ നേരേക്ക് അദ്ദേഹത്തെ ആദ്യം വെച്ചു. നമ്മൾ ആലോചിച്ച് നോക്കി, ഈ ദുനിയാവെന്ന് നമ്മൾ മടങ്ങുമ്പോ അവിടെ വരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ നിലക്ക് ഇവരെ പരിഗണിക്കുമ്പോൾ പ്രിയമുള്ളവരെ, ഇരു ലോകത്തും നമുക്ക് ഉയർച്ച ആവശ്യമാണോ? ഈ ഖുർആനിനെ നമ്മൾ മുറുകെ പിടിക്കുക. ഞാൻ പറഞ്ഞു, നിർബന്ധ ബാധ്യതയാണ്. ഒരു വ്യക്തിയോട് അള്ളാഹുവിന്റെ കൽപ്പനയാണ്, ഖുർആൻ പാരായണം ചെയ്യാൻ, പഠിക്കാൻ നിർബന്ധിതരാണ് എന്നുള്ള നീയത്തോടുകൂടി, എന്നുള്ള മാനസികാവസ്ഥയോടുകൂടി അതിനുള്ള പ്ലാറ്റ്ഫോമുകൾ ഉപയോഗപ്പെടുത്തുക. ഖുർആൻ പഠനം, പാരായണം അത് പുരോഗമിക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. إن الحمد لله نحمده ونستعينه ونستغفره عباد الله اتقوا الله. പ്രിയമുള്ളവരെ, ഖുർആനിനെ നാം എന്തുകൊണ്ട് പഠിക്കണം, പരിഗണിക്കണം എന്നുള്ള കാര്യമാണ് നാം സൂചിപ്പിച്ചു വന്നത്. അത് അവസാനിപ്പിക്കുമ്പോൾ ഏറെ ശ്രദ്ധേയമായ ഒരു ഹദീസ് കൂടി നിങ്ങളുടെ മുന്നിൽ വെച്ചിട്ട് ആ വിഷയം ഞാൻ അവസാനിപ്പിക്കാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം മുതൽ അവസാനം ഖിയാമത്ത് നാളിന്റെ അന്ന് ജനിക്കുന്ന ആ ഒരു കുട്ടി വരെ, അത്രയും ആളുകളെ മഹ്ശറിൽ ഇങ്ങനെ തരിച്ചു നിൽക്കുന്ന സമയം, മഹ്ശറില് ഒരു കാര്യത്തിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്, അള്ളാഹുവിന്റെ ആ ഒരു കൽപ്പനക്ക് വേണ്ടിയിട്ട്. ആ ഒരു സമയത്ത്, അഥവാ പരിഗണന ലഭിക്കേണ്ടുന്ന ഏതൊരു വ്യക്തിയും പരിഗണന വേണം
അള്ളാഹുവിന്റെ അടുത്ത് എനിക്കൊരു പരിഗണന വേണം എന്ന് ആഗ്രഹിക്കുന്ന, ആത്മാർത്ഥമായി ആഗ്രഹിച്ചു പോകുന്ന ഒരു സമയമാണ്. അപ്പോൾ നമുക്കറിയാലോ അതിന്റെ അഹ്വാലുകളൊക്കെ നമ്മൾ ഹദീസിൽ പഠിച്ചതാണ്. ആ സമയത്ത് യജീഉ സാഹിബുൽ ഖുർആൻ യൗമൽ ഖിയാമ, ആ സമയത്തുള്ള ഒരു സന്ദർഭമാണ് ഞാൻ പറയാൻ പോകുന്നത്. യജീഉ സാഹിബുൽ ഖുർആൻ യൗമൽ ഖിയാമ. ഈ ഖുർആൻ പഠിച്ച ആളുണ്ടല്ലോ, ഖുർആൻ പഠിക്കാൻ വേണ്ടി കൂടിയിരുന്ന ടീമിലുള്ള ആളുണ്ടല്ലോ, ഖുർആൻ ഓതി അതിനെ പരിഗണിച്ച ആളുണ്ടല്ലോ, ആ ആളുടെ അടുത്തേക്ക് ഖുർആൻ വരും. റബ്ബിന്റെ അടുത്തേക്ക് ഖുർആൻ വന്നിട്ട്, അഥവാ ഈ ഖുർആൻ പഠിച്ച ആളെ കൊണ്ട് ചെന്നിട്ട് ഫയഖൂലുൽ ഖുർആൻ, ഖുർആൻ അള്ളാന്റെ അടുത്ത് പോയിട്ട് ഡിമാൻഡ് ചെയ്യാ, യാ റബ്ബി ഹല്ലി, റബ്ബേ ഹല്ലി. ഇവരങ്ങനെ നിർത്താൻ പറ്റൂല. ഹല്ലി, അദ്ദേഹത്തിന് ആദരവിന്റെ വസ്ത്രം അണിയിപ്പിക്കാൻ വേണ്ടി പറയാം. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഫയൽബിസു താജൽ കറാമ, ഫയൽബിസു താജൽ കറാമ. ഖുർആൻ പഠിച്ചതിന്റെ, പരിഗണിച്ചതിന്റെ, ഒരു 40 മിനിറ്റ് ഖുർആൻ പഠിക്കാൻ മാറിയിരുന്നതിന്റെ പേരിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആദരവിന്റെ കിരീടം അത്രയും കോടാനുകോടി മനുഷ്യന്മാർക്കിടയിൽ വെച്ച് ഈ വ്യക്തിക്ക് കൊടുക്കാം. സുബ്ഹാനല്ലാഹ്. ആ രംഗം ആലോചിച്ച് നോക്കി. അള്ളാഹുവിന്റെ ആ ആദരവ് ആ വ്യക്തിക്ക് ആ സമയത്തിൽ കിട്ടാണ്. ഖുർആൻ വിട്ടിട്ടില്ല. ഖുർആൻ വീണ്ടും പറയാൻ, പോരാ റബ്ബേ, ആ വ്യക്തിന്റെ കാര്യമായിട്ട് തന്നെ പരിഗണിച്ചിട്ടുണ്ട്. യാ റബ്ബി സിദ്ഹു, അത് കൊടുത്താൽ പോരാ, ഇനിയും വർദ്ധിപ്പിച്ചു കൊടുക്ക റബ്ബേ എന്ന് പറയാം. അങ്ങനെ റബ്ബ് വീണ്ടും വർദ്ധിപ്പിച്ചു കൊടുക്കണം. ഖുർആൻ വിട്ടില്ല. ഖുർആൻ പറയണ, യാ റബ്ബി ഇർളഅൻ, നമുക്ക് പരലോകത്ത് വേണ്ടത് പ്രധാനപ്പെട്ട ഒരു കാര്യം റബ്ബിന്റെ തൃപ്തി. ആ ഖുർആൻ പറയണ, റബ്ബേ പോരാ, നീ ആ അടിമയെ തൃപ്തിപ്പെടണം റബ്ബേ. അങ്ങനെ ആ അടിമയെ തൃപ്തിപ്പെടുന്നത് വരെ ആ ഖുർആൻ നമുക്ക് വേണ്ടി, ഖുർആൻ പഠിക്കാൻ മാറിയിരുന്ന ആ വ്യക്തിക്ക് വേണ്ടി ഡിമാൻഡ് ചെയ്യുന്നുള്ളതാണ്. സുബ്ഹാനല്ലാഹ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, എന്തുകൊണ്ടും ഏത് നിലക്കും ആ ഖുർആൻ പഠിക്കാൻ മാറിയിരുന്നാൽ, ഖുർആൻ ഓതാൻ മാറിയിരുന്നാൽ നമ്മുടെ കുടുംബത്തിലോ മക്കളിലോ ജോലിയിലോ ബിസിനസ്സിലോ ഒരു നഷ്ടം വരില്ല. തിജാറത്തൻ ലൻ തബൂർ. അതുകൊണ്ട് ആ നിലക്ക് ഖുർആനിനെ പഠിക്കാൻ, മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അവസാനമായി പ്രിയമുള്ളവരെ, ഇമാം ഖത്താബി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം പറയുന്ന ഒരു വാക്ക്, അഥവാ അതിന്റെ ആശയം പറഞ്ഞാൽ, സ്വർഗത്തിലെ സ്ഥാനങ്ങൾ, നമ്മൾ സ്വർഗത്തിൽ ഒരുപാട് സ്ഥാനമുണ്ട്. അതിന്റെ ഏറ്റവും മുകളിലാണ് അൽ ഫിർദൗസുൽ അഅല, ജന്നാത്തുൽ ഫിർദൗസ് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ആ സ്വർഗത്തിന് എത്ര സ്ഥാനങ്ങളുണ്ട് എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചിട്ടുള്ളത് ഖുർആനിന്റെ ആയത്തിനെ പരിഗണിച്ചിട്ടാണ് എന്നൊക്കെ ഉലമാക്കൾ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പൊ എത്രത്തോളം നമ്മൾ ആയത്തുകൾ പഠിക്കുന്നോ, പാരായണം ചെയ്യുന്നോ, അതിനനുസരിച്ച് നമ്മുടെ ദറജകൾ ഇങ്ങനെ വർദ്ധിക്കുന്ന. സുബ്ഹാനല്ലാഹ്. അതുകൊണ്ട് ഉന്നതമായ സ്വർഗത്തിൽ, ജന്നാത്തുൽ ഫിർദൗസിൽ എത്താൻ വേണ്ടി, കുടുംബസമേതം എത്താൻ വേണ്ടി, കുടുംബത്തോടൊപ്പം ആ ഖുർആനിനെ നമ്മൾ പഠിക്കുക, പരിഗണിക്കുക, പാരായണം ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കേവർക്കും അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്നും വന്നുപോയ തെറ്റുകുറ്റങ്ങൾ, അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയ പാപങ്ങൾ അല്ലാഹു അവന്റെ വിശാലമായ മഗ്ഫിറത്തൊന്നുകൊണ്ട് മാത്രം വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. പ്രിയമുള്ളവരെ, നമ്മുടെ കൂട്ടത്തിൽ ഒരുപാട് രോഗികളുണ്ട്. രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് രോഗികൾ. അല്ലാഹു അവർക്ക് എത്രയും പെട്ടെന്ന് ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രയാസപ്പെടുന്ന ആളുകൾക്ക് അല്ലാഹു അവരുടെ പ്രയാസം എത്രയും പെട്ടെന്ന് നീക്കി കൊടുക്കുമാറാകട്ടെ. കടം കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ അല്ലാഹു അവരുടെ കടം എത്രയും പെട്ടെന്ന് വീട്ടുവാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്നും വേർപിരിഞ്ഞു പോയ നമ്മുടെ ഉമ്മമാർ, ഉപ്പമാർ, നമുക്കേറെ വേണ്ടപ്പെട്ട നമ്മുടെ ബന്ധുമിത്രാദികൾ, പ്രത്യേകിച്ച് നമ്മുടെ ആദർശ ബന്ധുക്കൾ, അല്ലാഹു അവർക്ക് മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിച്ചിരിക്കുന്ന നമുക്ക് അല്ലാഹുവിനെ അനുസരിച്ചുകൊണ്ടുള്ള ആഫിയത്തോടു കൂടെയുള്ള ദീർഘായുസ് അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين. وصلى الله على نبينا محمد وعلى آل محمد. أقم الصلاة.